ഗ്ലോബൽ ബിസിനസ്. എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനോടുള്ള ശക്തമായ ഭീഷണികളും ഹോർമൂസ് തുറക്കാൻ നൽകിയ സമയപരിധിയും കാരണം എണ്ണവില ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്നു. ബ്രെന്റ് ക്രൂഡ് ഒരു ബാരലിന് $110 മുകളിലും താഴെയുമായി നീങ്ങി. ഇറാൻ യുദ്ധഭീതി വിപണികളെ സ്വാധീനിക്കുന്നു. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. അമേരിക്കൻ ഓഹരി വിപണി മിതമായ നേട്ടം. US സ്റ്റോക്കുകൾ മിതമായി ഉയർന്നു. ശക്തമായ തൊഴിൽ ഡാറ്റയും മാർച്ചിൽ 1,78,000 തൊഴിലവസരങ്ങൾ, ബാങ്ക് ഓഹരികളുടെ നേട്ടവും വിപണിയെ പിന്തുണച്ചു. എന്നാൽ ഇറാൻ ഡെഡ്ലൈൻ ഭീതി കാരണം നേട്ടം പരിമിതമായി. ട്രംപ് ചൈന വ്യാപാര യുദ്ധം തുടരുന്നു. ചൈനയ്ക്കെതിരെ കൂടുതൽ തീരുവകൾ ഭീഷണിപ്പെടുത്തിയതോടെ ലോക വ്യാപാരം സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ചൈന പ്രതികരണമായി റെയർ എർത്ത് എക്സ്പോർട്ട് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഇന്ത്യൻ ഓഹരി വിപണി ആഗോള സൂചനകൾക്കനുസരിച്ച് പ്രതികരിക്കാൻ സാധ്യത. ഇറാൻ യുദ്ധത്തിലെ ഡീഎസ്കലേഷൻ പ്രതീക്ഷകളും എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളും കാരണം നിഫ്റ്റിയും സെൻസെക്സും മിതമായ ചലനം കാണിക്കാൻ സാധ്യത. മുൻ ദിവസങ്ങളിൽ വിപണി ഏറ്റക്കുറച്ചിലുകൾ നേരിട്ടിരുന്നു. സ്വർണ്ണവില ഉയർന്ന നിലയിൽ. സുരക്ഷിത നിക്ഷേപമായി സ്വർണം ആകർഷകമായി തുടരുന്നു. യുദ്ധഭീതിയും പണപ്പെരുപ്പ ആശങ്കയും സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നു. കേരള സമ്പദ്വ്യവസ്ഥയിൽ പോസിറ്റീവ് സൂചനകൾ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. ടൂറിസം, IT, ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ പുരോഗതി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യവസായ നിക്ഷേപവും തൊഴിൽ സൃഷ്ടിയും വാഗ്ദാനങ്ങൾ ശക്തം. ആഗോള വിപണികൾ. ഏഷ്യൻ വിപണികൾ ഇറാൻ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്നു. ടെക്നോളജി, ബാങ്കിംഗ് മേഖലകൾ ശ്രദ്ധയിൽ. പക്ഷേ എല്ലാം ഇറാനെതിരെയുള്ള ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ പ്രായോഗിക തലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.